വിളിക്കാൻ റെഡി അല്ലാത്ത? യുവർ ഫോൺ ഈസ് റിംഗിങ്. വീഡിയോ കോൾ ആരാര്? മള്ളി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹലോ தம்பி எங்க இருக்கு? தம்பி எங்க இருக்கு? ഇതാരാ? நான் பாண்டித்துறை കരിമ്പാറ. പാണ്ഡിതുറ അപ്പനില്ല, വീരപ്പന്റെ അപ്പൻ. വീരപ്പയുടെ അപ്പ. വീരപ്പ ആര്? വീരപ്പ അപ്പ. വീരപ്പനാ? വീരപ്പയുടെ അപ്പ. വീഡിയോ അപ്പ ഇല്ല, വീരപ്പയുടെ അപ്പ. വിളിച്ചിട്ടുണ്ട്. അപ്പ ഇല്ല. വീരപ്പൻ മലയാളി വീഡിയോ കോൾ എല്ലാരും കണ്ണനല്ലേ ഇതാരാ പിന്നെ? ഇത് പാണ്ടിത്തൂരെ. ഹായ് അണ്ണാ ആര് വീരപ്പനാണോ? എടാ എടാ അതാ ഞാൻ പറഞ്ഞത് പോയി ഇറക്കിക്കോളാം. നാളെ വന്ന് ഹലോ വന്നോ? ആര്? ഷർദില് വന്ന് ഷർദില്. ഏതാ വീരപ്പനെ ഞാൻ വിളിക്കാം. ന്യൂ ക്യാരക്ടർ. சொல்லடா தம்பி. എങ്ക 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 ഇருக்கு? இங்க இருக்கு, இங்க இங்க ഇങ്ങന്ന് വെച്ചാ பஸ் ஸ்டாப். ബസ് സ്റ്റോപ്പ്. എപി സർദിലെ മലയാളി இங்க இருக்கு, ഏത് ബസ് സ്റ്റോപ്പില്? இங்க. എടാ വീഡിയോ കോൾ അല്ലത്. தம்பி இங்க இருக்கு. ഇവ എവിടെടാ? உனக்கு பைத்தியமா தம்பி? தம்பி இங்க இருக்கு. എടാ ലൊക്കേഷൻ പറ, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങ എങ്ക ഇருக்கு? ഞാൻ ലൊക്കേഷൻ 7138. ഓക്കേ ഓടെ ഓക്കേ പിള്ളേരെ. ഓക്കേ ഓക്കേ. എടാ കേറിടാ ബാബു. കേറി മള്ളി എന്തോ സ്പീഡ് കേട്ടില്ല സ്പീഡ് 7138. 713. ഇങ്ങോട്ട് മലയാളി വണ്ടി എടുക്കണ്ടേ? ഇതിനകത്ത് പെട്രോൾ ഇല്ലേ? 7138 മാർക്ക്. കണ്ണാപ്പി പോയി. ഇത് സർദിൽ കുപ്ലേരി 7138. ഞാൻ മാർക്ക് ചെയ്ത് ഞാൻ മാർക്ക് ചെയ്ത് ഞാനാ മാർക്ക് ചെയ്തേ. മള്ളി മാർക്ക് വന്നില്ല. ബാബുവേ മലയാളി മാർക്ക് ചെയ്തത് ഞാൻ കണ്ടത്. 7138. കണ്ട 2 മാർക്ക്. പക്ഷെ എങ്ങനെ മള്ളി ഇത്ര പെട്ടെന്ന് മാർക്ക് ചെയ്ത്? കണ്ട 2 മാർക്ക് എടുക്കുന്നുണ്ടാ? കണ്ട? ഓ അതെ മനസ്സിലായി. ഇത് മലയാളിയാ കൺഫേം. എനിക്ക് ഒറ്റ മാർക്ക് തന്നെ അറിയൂ. എന്നാലും സർദിൽ കേപ്പി വന്നോ? ഞാനേ മറ്റേ കണ്ണാപ്പിയെ പിക്ക് ചെയ്തോണ്ട് അങ്ങോട്ട് വരാം. കണ്ണാപ്പിയല്ല, മറ്റേ പുതിയ മെമ്പർ. തൊട്ടിപ്പുറത്ത് തന്നെ വന്നത്. അവിടെ തന്നെ വിളിച്ചോണ്ട് വരുന്നത് അങ്ങോട്ട്. സർദിൽ കേപ്പി അല്ലേ ഇത്? മുണ്ടെടുത്ത് സർദിൽ കേപ്പി അതല്ലേ? ഹലോ സർദിൽ. சொல்லு தம்பி. സർദിൽ കേപ്പി. நான் வந்து வீரப்பேட அப்பா. ഞാൻ വീരപ്പേട അപ്പ. ഇതൊക്കെ എനിക്ക് പ്രശ്നമില്ല. കമലപ്പെടാ തമ്പി. എൻ തന്തയില്ല മകൻ നിങ്ങൾ എവിടെയെല്ലാം കണ്ടായിരുന്നോ അവനെ? മകന്റെ പേരെന്താ? വീരപ്പൻ. വീരപ്പൻ സത്യം പറഞ്ഞ സത്യം. നീ തത്തില്ലെങ്കിൽ അവൻ തന്നില്ല വേണ്ടി വന്നെ. സത്യം ഇവ ചത്തോണ്ടാണ് തന്നെ കിട്ടി. മിക്കവാറും ഇത് ബാനായിട്ടാ. തന്ത ഇല്ലല്ലോ, തന്ത ആയില്ല. ഇത് അപ്പ വന്ന് പഞ്ചാബി, അമ്മ വന്ന് തമിഴ്. ക്രോസ് ആണല്ലോ ഒക്കെ. അവനെ കണ്ടാലേ അറിയാം ഒരു ക്രോസ് ആണത്. അവൻ പട്ടി പട്ടി ആണോ? തങ്ക മകനെ, തങ്ക മകനെ. പോയോടെ? ആ ഓക്കെ ഓക്കെ ശരി. നീ പിഴച്ച പാട്ടം നിർത്തോ കണ്ണാപ്പി? നിർത്തി
ചമച്ചമക്കിട്ടല്ലോ ചൗണ്ടാനെ പാണ്ടി ചമച്ചമക്കിട്ടല്ലോ ചൗണ്ടാനെ പാണ്ടി ചമച്ചമക്കിട്ടല്ലോ. എവിടുന്ന് കിട്ടുന്നടാ? ചവിട്ടി വിടറാ തമ്പേ. തങ്ക മകനെ വീരപ്പാ ഉണ്ടാവനെ എവിടെ? നാളെ FRP ഒരു ഫാമിലി മെൻസ്. ഇത് ഫാമിലി മെൻഷനാണോ? ആണോ? എൻ മകനെ സ്നേഹത്തോടെ പോയാ? അല്ല 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 അല്ല. എടാ വഴി ഇതല്ലായിരുന്നോ? മുരളി പോണ വഴിയാണ് ശരിയായ വഴി. അത്രേ ഉള്ളു. ബാക്കി എല്ലാരും തെറ്റിച്ചാ പോണേ. ഇതുവഴി പോണത് ഇവിടെ നേരെ പോയി ലെഫ്റ്റ് എടുത്തിട്ട് കട്ടിക്കുണ്ട്, താഴോട്ട് ജമ്പ് ചെയ്ത് നേരെ റൈറ്റ്. അതെനിക്കറിയാം. ആശുപത്രി അല്ലേ? ഓ തിരിച്ചായിരുന്നു. ഇല്ല ഇല്ല, ഇത് എടാ ഇതുവഴിയും പോകാൻ അറിഞ്ഞൂടെ? ഈ വഴി അറിഞ്ഞൂടെ? ഹലോ, ആനയുടെ കൊട്ട വായിട ഒരാളെ വേണം. നീ ഒന്ന് നോക്കിക്കോ. മെയിൻ റോഡ് വഴി, ഇത് മെയിൻ റോഡ് വഴി. കണ്ണ ഇവൻ വിളിച്ചെന്ന് തോന്നുന്നു അവരെ. നീ ആരെ വിളിച്ച്? വിളിച്ചിട്ട് എന്ത് പറഞ്ഞ്? ആനയുടെ കൊട്ട വായിടാനുണ്ടോ വരുന്നത്? എടാ നിന്നോട് ഇന്ന് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞല്ലേ? പ്രൈവറ്റ് കമ്പനിയിലാണ് വിളിച്ചത്. അവനെന്നെ അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തെറി എല്ലാത്തൊരു തെറിയുണ്ട്. നീ വീരപ്പനെ വിളിച്ചിട്ട് വന്നൊരു കീയടി എന്ന് പറ. വന്ന് കീയാ കീയടി എന്ന് പറഞ്ഞ അർത്ഥം വേറെയാണ് വീരപ്പന്. അതെന്താ? വന്നൊരു ആകാശവാണം വിട്ടുതരാൻ. നിലവാരം കുറഞ്ഞു വരുന്നത്. അങ്ങോട്ടൊക്കെ കീയടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതാണ് അർത്ഥം. തമിഴ്നാട്ടില കീയടി. വീരപ്പനെ വിളിച്ചിരിക്കണല്ലോ കള്ള പാണ്ടി കരിമ്പാറ പോലാടി. അല്ല പൊലാടി മോനെന്ന് വിളിക്കായിരുന്നു. പാണ്ടി കരിമ്പാറ മയിലാടും കുന്നിൽ ജനിച്ചോരേ അങ്ങനെ വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട. എന്തിനാ വെറുതെ പാവോടാ. ഹലോ പാവൊക്കെ തന്നെ കൊട്ടാന്നൊക്കെ വിളിക്കും. നമുക്കല്ലല്ലോ ആവശ്യം. നമ്മളെത്ര വള്ളി പിടിച്ചാലും നമുക്ക് കേൾക്കത്തില്ലല്ലോ. അവന്റെ നമ്പറില്ല, വിളിക്കാൻ നമ്പറില്ല വീരപ്പന്റെ. നിക്കാതെ ഉണ്ടല്ലോ പയ്യൻ. അവനെ ഒന്ന് ചൂണ്ടിയ ഇപ്പൊ നമ്പര്, അവനെ ചൂണ്ടിയ ഇപ്പൊ നമ്പർ മലയാളി. ഇനി വീരപ്പനെ വീരു എന്ന് വിളിച്ചാൽ മതി. അപ്പൊ മലയാളിക്ക് വീട്ടിലും അകത്ത് ഒരുപോലെ വിളിക്കാമല്ലോ. അത് ശരിയാ. നമ്മള് വീരന്റെ പേരൊക്കെ മാറ്റിയിരുന്നു. വീരൻ ശരിയല്ലേ? ഓട്ടോമാറ്റിക് എനിക്ക് അത് കൂടെ വന്നു പോകും. പ്രശ്നമുണ്ടോ? മലയാളി ഇങ്ങനെ വീരെന്ന് വിളിക്കുമ്പോ വീരം അടുത്തോട്ട് വരും. അപ്പൊ പറയണ ബിസ്ക്കറ്റ് തിന്നാൻ. ഇല്ല, അവന് പിന്നെ ആപ്റ്റാണ്. അവനെ ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. അവൻ ആപ്റ്റാണ്. എന്റെ പോലല്ലേ? അയ്യോ, അതൊരു ഐഡിയ ആണോടാ. വരട്ടെ വീരപ്പനും നമുക്ക് വിളിച്ചിട്ട് പറഞ്ഞാലോ, അമ്മ ഗോലീഡറെ വിളിച്ചിട്ട് പറഞ്ഞാൽ പട്ടി ബിസ്ക്കറ്റ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഇട്ടിട്ട് വന്ന് എടുത്തിട്ട് നക്കിട്ട് വടാന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ കണ്ണാപ്പി, നീ വരുന്നതിന് മുമ്പ് റേഡിയോയിൽ ഒരു 15 പേരെങ്കിലും ഉണ്ടായിരുന്നു. നീ വന്നപ്പോ ഒരു 10 പേര് ഒറ്റയടിക്ക് പോയി. മനസ്സിലായി? അണ്ണാ ഞാൻ എവിടെ കൈ തൊട്ടാലും ഐശ്വര്യമാണ്. അണ്ണാ ഇന്ന് തന്നെ കണ്ടില്ലേ എന്തൊക്കെ ഐശ്വര്യങ്ങളെ കഴിയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെടാ ബാബു, ഇന്ന് സർപ്രൈസ് എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി വന്ന് നമുക്ക് അറിയാലോ, ഈ വലിഞ്ഞു കയറി വരുന്നവർക്ക് നമുക്ക് എന്ത് സർപ്രൈസ് എലമെന്റാ തോന്നണേ. വിളിച്ചിട്ട് പറയുമ്പോ സർപ്രൈസ് ആയിട്ട് വീടിന്റെ വെളിയിൽ നിൽപ്പുണ്ടത്. ഞാൻ ആരാ സർപ്രൈസ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവനാണെന്നാ തോന്നുന്നേ. എനിക്ക് സർപ്രൈസ് ഒന്നും ഇല്ല കേട്ടാ. കാരണം എനിക്ക് എന്റെ അടുത്ത് വിളിച്ചിട്ട് ഇവിടെ വന്ന് കാല് കുത്തുകയും എന്റെ 10-25,000 രൂപയുടെ ഒരു മൈക്ക് കുത്തുന്ന മറ്റേ ആ സാമാനം അടിച്ചുപോയി. ഗെയിമിംഗ് റൂമിൽ കാല് കുത്തിയോളൂ. എന്റെ ശബ്ദം ഒന്ന് വേറെ ശ്രദ്ധിച്ചാ മതി. അതെന്തിനറിയാമോ? അത് കുത്തണ സാധനത്തിന്റെ ഓട്ട ചെറുതല്ലേ, അതാണ് പെട്ടെന്ന് അടിച്ചു പോയത്. ഇവൻ തന്നെ അത്. അകത്തൊരു ബോട്ടുണ്ട്. അവരോട് ഈ കൗണ്ടറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിരിക്കും. ഇപ്പോഴും അതേ പറഞ്ഞോണ്ടിരുന്നത്. ഒന്നും പറ്റില്ല. കണ്ണാടി നോക്കി കണ്ണാടി കണ്ട ക്യാമറ നോക്കിയിരുന്ന വണ്ടി എന്ത് വേണ്ട. ക്യാമറ നോക്കി ബിഗ് ബോസ് കളിച്ചു. അപ്പൊ ഇനിയിപ്പോ തുടങ്ങാം. മല്ലി വണ്ടി എടു മല്ലി.
വണ്ടി എടുക്കാം വണ്ടി എടുക്കാം വണ്ടി എടുക്കാം വണ്ടി എടുക്കാം വണ്ടി ആ വണ്ടി ഇടണം, വണ്ടി ഇടണ. ബാബു നീ അത് ഈഗോ ആയിട്ടൊന്ന് മനസ്സിലാക്കണടാ. കണ്ണാപ്പിക്കൊന്നും പറഞ്ഞു പിടിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തവനാ. ഞാൻ വിട്ടുമല്ല അപ്പഴേ മനസ്സിലെടുത്ത് കളഞ്ഞ്. കണ്ണാപ്പിക്കൊന്നും പിടിച്ചേക്ക് ഒരു കഴിവില്ലാത്ത ഒരുത്തനാണ്. അവന്റെ അടുത്തൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് വലിയ ഇത് ഉള്ളതില്ല. നമ്മള് എന്തിനു വള്ളി എന്റെ വണ്ടി എവിടെ താഴെ വന്നോ? വണ്ടി എവിടെ? പുറയില് താഴെ ആയിരിക്കും. നോക്കട്ടെ വന്നേ വന്നേ അല്ലേ? വന്നോടാ. അടുത്ത് ബോട്ട് നിൽക്കും, ഞാൻ ചവിട്ടിയിടാം. ട്രാക്ക് അല്ലെന്നോ? മള്ളി ഇടിച്ചിട്ട് മള്ളി ഇടിച്ചിട്ട് അടുത്ത പ്രൊമേര് ബാബു ഞാൻ പറഞ്ഞ് വേണോന്ന് ഡോ വേണോന്ന് പറഞ്ഞേ. അപ്പൊ അതോടനെ അവനെ വേണമെന്ന് വെച്ചാൽ അവൻ തന്നെ ചിരിച്ചിട്ടാണ് എന്നെ ഇടിച്ചിട്ടത്. അമ്മാര് വന്ന് ചോറെടുക്കാൻ തുടങ്ങിയാ? മള്ളി എന്നെ ഇടിച്ചിട്ട് മള്ളി എനിക്ക് ചോദിക്കണം, ഇതെനിക്ക് ചോദിക്കണം. നമ്മള് 4 പേര് നിങ്ങൾ ചോദിക്കാൻ ഭയങ്കര ഇതെന്തോ ആവശ്യമായിട്ട് ചോദിക്കണ്ടേ? എടാ ഞാൻ ട്രാക്കാണ് ഇവിടുത്തെ അടിച്ചത്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് ആവശ്യമാണ് വാടകയ്ക്ക് ആവശ്യമായിട്ട് തന്നേട്ടാ അഭിനയിക്കാം. കേറ് 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 കേറ്. എടാ നീയല്ല കണ്ണാപ്പിയല്ല ബാബു ബാബു. സൗണ്ട് മള്ളി ചൂസ് ഇട്ടേ. അതാ നമുക്ക് രണ്ടർക്കും എന്തിനാ? ഞാൻ ഒരു പോയിന്റിനും കൂടെ തന്നു, ഒരു പോയിന്റ് ഞാൻ കൂടെ തന്നു കേട്ടാ. ഞാൻ ഇനി എല്ലാ പെണ്ണും കൂടെ നിൽക്കും. ഞാൻ വീരപ്പനെ വിളിക്കും. ഇല്ല കേടാ താഴെ കേടാ താഴെ കേടാ. ഇന്ന് ഏത് ദിവസം അറിയാമോ? അതായത് നമ്മളെ സ്ഥിരം ഊക്കുന്ന ആൾക്കാരില്ലേ, എന്നും ഊക്ക് കിട്ടുന്ന ആള് സൈഡിൽ മാറിയിരിക്കും. ആ ദിവസമാണ് ഇന്ന്. ആ ദിവസം ഒരു ഗ്യാങ്ങിലെ തൊഴിലാളിക്കൊക്കെ വില കൊടുക്കാൻ പറ്റൂ. പട്ടിക്ക് കൊടുക്കണേക്കാട്ടി വില കിട്ടും തൊഴിലാളിക്ക്. അപ്പൊ ഭാവിച്ചിട്ട് അങ്ങനെയാണോ വാസോട്ടം കാണുന്നത്? അല്ല നിന്നെ കാണുന്നത് പട്ടി. ഞാൻ തൊഴിലാളിയാണെന്ന് നീ പറഞ്ഞില്ലേ? എന്താ ഓർമ്മയില്ലാത്ത പോലെ സംസാരിക്കുന്നേ? ഇത് അണ്ണൻ പറയാൻ ഭാവിച്ചിട്ടിരുന്ന ഭാവിച്ചിട്ട് ഈഗോ രീതി സംസാരിക്കുന്നത്. ഈഗോ ഒന്നുമല്ല, നമ്മുടെ മലയാളം നോർമൽ ടാക്കിങ് എടാ. എന്നെ വണ്ടി ഇടിച്ച് മലയാളി എനിക്കത് ചോദിക്കണം. മള്ളി എനിക്ക് ചോദിക്കണം, തിരിച്ചിരിക്കണം മള്ളി. അവന്മാർ സിറ്റി തന്നെ ഉണ്ട്. ഓ എന്നാ ഈ വണ്ടി കൊണ്ടിടി. അമർ ഗ്യാങ്സിന്റെ വണ്ടി കാണണം, അങ്ങോട്ട് ഇട്. ഇടിച്ചിട്ടുള്ളൂ മള്ളി, ഇടിച്ചിട്ടുള്ളൂ. അത് ഇടിച്ചിട്ടുള്ളൂ. പഴയ മറ്റേ അവിടെ മലയാളിയെ പണ്ട് ഇറക്കി വിട്ട് നമ്മള് ഗ്യാങ് തുടങ്ങിയത് അവിടെ. ഓർമ്മയില്ല, ഇറക്കി വിട്ടെന്ന് പറഞ്ഞ വണ്ടി തിരിച്ചു. പക്ഷെ മള്ളി അതിന്റെ പേര് നമ്മൾ ഇന്ന് എവിടെ നിൽക്കണം മലയാളി? നമ്മളോട് ഇറക്കി വിടലിന്റെ പേരിൽ ഇന്ന് എവിടെ വന്ന് നിൽക്കണേ? ഇറക്കി വിട്ടു ഒരേ ഒരു ഇറക്കി വിടല് തിരിച്ചടിച്ച് ഇറക്കി വിട്ടാരെ സെർവറിൽ വരെ ഇറക്കി വിട്ട്. അന്നൊരു പയ്യനുണ്ടായിരുന്നു, ഡ്രാഗൺ പൈലി. അതൊക്കെ ഒരു കാലം കണ്ണാപ്പി. അതൊക്കെ അടിച്ച കാലം. ഈ കീരിയണ്ണന്റെ മറ്റേ ജ്വല്ലറി റോബറി ഓർമ്മ ഉണ്ടാവും. മറ്റേ വണ്ട ഹെൽമെറ്റ് പോലും ഹെൽമെറ്റ് ഇല്ലാതെ എടുക്കുന്ന കാലം, ടർഫ് അടിക്കുന്ന കാലം. സത്യം പറഞ്ഞല്ലോ ജനക്കാനായിട്ട് ഒരു ടർഫ് അടിച്ചെടുത്ത ഓർമ്മ ഉണ്ട് മലയാളി. ഒരു സീറ്റിന്റെ സൈഡിൽ പോയി അടിച്ചെടുത്തേ. ഓ എന്റെ അത് എന്റെ ഒരു 1v11 പീഡി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 11 പീഡിക്കാരോടെ കണ്ണാപ്പിയെ കുനിച്ച് നിർത്തി അടിക്കുന്ന സീനെ അത് നമ്മള് മലയാളി പറഞ്ഞത്. സങ്കടം തോന്നിയാണ് അന്ന് ഇവന് ടിവിയിൽ എടുക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് അല്ലല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം പീഡി ആയിട്ട് സിറ്റുവേഷൻ ആയിട്ട് 1v11 എടുക്കുന്നത് അണ്ണനൊക്കെ ചത്തരുത്. എനിക്ക് ഓർമ്മയില്ലടാ അണ്ണാ ഞാൻ ഒരു വണ്ടിക്ക് മൈലേജ് കൊറേ നാളായിട്ട് നമ്മൾ അടിമളെ പോലെ ഇല്ലേ, നമുക്ക് ആ പാലത്തിലോട്ട് ഇട്ടല്ലോ അണ്ണാ. ഏത് പാലത്തിലോട്ട്? കാശ് പിരിക്കുന്ന കള്ളന്മാരുടെ പാലത്തിലോട്ട്. ആ പാലമാണോ ഇത്? അണ്ണാ വീട് അതൊന്നും അല്ല. ആ പാലം
എടാ അതിലല്ല, നീ കയ്യൊപ്പരിക്കോ അല്ലേ പറഞ്ഞത്? ഓ അവിടെ പോവാം. ലെഫ്റ്റ് ആണ് താഴെ. എന്ത് അണ്ണാ അത് പോയി കഴിഞ്ഞാൽ സീനായി കേട്ടാ. അണ്ണാ ഞാൻ ഈ ഇടയ്ക്ക് ഐലൻഡിൽ പോയി പൊളിയായിരുന്നു. ഐലൻഡിൽ 14 ദിവസം നീ അതാണ് വരാത്തത്. ഐലൻഡിലൊക്കെ ഇപ്പൊ കേറാം. അവിടെ കയറി നേരെ കാണാൻ തോക്ക് വെച്ച് എന്തിനാ വെച്ചാ കാണിക്കാം. ചോദിക്കാൻ പറ്റൂല. ഐലൻഡിൽ കയറാൻ പറ്റും ഇപ്പം. ഓ ഞാൻ ഇടയ്ക്ക് കയറിയത് മിടിയാന്നോടെ കയറിയുള്ള. നിങ്ങൾ കേറിയിട്ട് വാ. ബാബുശേന്റെ ധൈര്യം ഇല്ലെങ്കിൽ ബാബുശേന്റെ ഡ്രോപ്പ് ചെയ്തോ. ധൈര്യമുണ്ടോ? ആ അണ്ണം വിടണ അണ്ണം വിടണ. വീടില്ലാത്ത ഗ്യാങ്ങില് ഒറ്റ കളിക്കാൻ വയ്യ, ഞാനുണ്ട്. ഏത് എഞ്ചുമാനാ ചോദിക്കാൻ വരുന്നത്? സത്യം അവിടെ അവന്റെ ഇരുത്തവും എനിക്ക് അതുപോലൊന്ന് പോയി ഇരിക്കണം. എനിക്ക് അതുപോലൊന്ന് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ആയിരിക്കൂല. ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. ഞാൻ വിട്ടോളാം. മാർക്കറ്റ് അല്ല, എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ മാർക്ക് ചെയ്യാം. നർക്കോസിന്റെ ഗ്യാങ് 9371 9371. അവിടെ അല്ലേ പാലം? അവിടെ തന്നെ. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇന്ന് അവിടെ കേറിയിട്ട് തന്നെ എന്റെ കറണ്ട് പോയോ കൈസ്? എന്റെ കറണ്ട് ഇതുവരെ വന്നില്ല. അയ്യോ കൈകാടെ കസേര പോയിട്ടെ എനിക്കത് കാലും പൊക്കി വെച്ചൊക്കെ ഇരിക്കണം. എനിക്ക് അതിന്റെ മണ്ടേ പെടുക്കണം. എനിക്ക് അവന്മാർക്ക് അടിക്കാനോ അതായിരിക്കും എളുപ്പം. ആരടിക്കാൻ? അവിടെ ആരും ഇല്ലിപ്പോ. അവിടെ മറ്റേ പഴയ കാശ് പിടിക്കുന്ന കള്ളന്മാരല്ല അവന്മാരും. അപ്പ വല്ല പൈസ വന്ന് ചോദിക്കട്ടെ. എന്റെ തോക്കണ്ടല്ലോ 3 പറഞ്ഞാലും. എന്റെ ഉണ്ട്. ഓ അപ്പ എടുത്ത് ഞാൻ ഒന്ന് ചോദ്യം പറഞ്ഞത് അപ്പ അടിക്കും ഞാൻ. സ്റ്റാൻഡേർഡീസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തിയതാ. എനിക്ക് അതിന്റെ നല്ല ഇതുണ്ട്. ഒന്നാമതെ 10 വരെ CBSE സ്കൂളിൽ പഠിച്ചു. ഇതിപ്പോ കോളേജ് വെച്ചിട്ട് അകത്തോട്ട് ഒരുപാട് ദൂരമുണ്ട്. നിങ്ങൾ വെള്ളവും ഫുഡൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാൻ പറയേ. കുഴപ്പമില്ല. അവസാനേ അഥവാ അവര് നമ്മളെ പിടിച്ചാലും അവർക്ക് പണിയാൻ ബംഗാളിയാലും കൊടുക്കണമല്ലോ. സത്യം. വീടിന്റെ ഫ്രണ്ടിൽ നിർത്തി കുരയ്ക്കാൻ ഒരു പട്ടി. അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് ആവശ്യം ചെയ്യുന്നതാണോ? ഇല്ല ഈ ബംഗാളി തന്നെ വന്ന് ഈ പട്ടിയെ കുരപ്പിക്കും. വെളിയിൽ നിൽക്കണം, കണ്ണം പട്ടി, വെള്ള കളറ്. ഇതിന്റെ കൊള്ളോണ്ട് എന്തെങ്കിലും ഇറക്കി നീ കുനിഞ്ഞ് താഴെ നിൽക്കുമ്പോ. ആലോചിക്കും, കുറച്ചേരം കൂടെ ആലോചിക്കും. ഇല്ലല്ല അതാണ് പാലം. ബാക്കില് വരയ്ക്കാനല്ലേ അറിയോ പാലം കണ്ടുപിടിക്കട്ടെ. അവന്റെ ഒക്കെ ഇവിടെ പെർമിഷൻ ക്യാൻ ഐ എൻറ്റർ കൊള്ളിക്കുന്ന രീതിയിലൊക്കെ ഇട്ടാലോണ്ടാ. ഇല്ല RTC മെൻഷൻ ക്യാൻ ഐ എൻറ്റർ ചോദിച്ചാലോ? ഒന്നും വേണ്ട. അങ്ങനെ അതാകുമ്പോ ഇട്ടില്ലെന്ന് പറയത്തില്ലല്ലോ. അഥവാ പാലം പൊട്ടി താഴോട്ട് പോണേ. ഇപ്പൊ അവിടെ വല്ല തോക്കം പിടിച്ച് ഇപ്പോണ്ട്. അപ്പൊ അവൻ ഐഡി ചോദിക്കും. ഇപ്പൊ കാണിക്കൂലെന്ന് പറയും. അവന്റെ നെഞ്ചത്തോടങ്ങ് വണ്ടി മള്ളി ആകെ ഇനി 45 കൂടെ കിട്ടിയാൽ നമുക്ക് ഇവിടെ ഇറങ്ങാം. എന്തായാലും അത് ഇതിൽ കിട്ടും, സെറ്റ് ആവും. കിട്ടുമോ? സീരിയസ് ആയിട്ട് പറ. അണ്ണാ ഞാനിപ്പോ ആരാധിച്ച് കലക്കി കുടിച്ചോണ്ടിരിക്കുക. എന്റെ അണ്ണ ധൈര്യമായിട്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാതെ ബംഗാളി പറഞ്ഞ കാണാൻ ആരെങ്കിലും കേൾക്കുമോ? ഈ കൊരത്തിലും കേട്ടോണ്ട് ചെന്നാടി ഇപ്പൊ കടിക്കും അവിടെ. ഇവിടെ ആരും ഇല്ലടാ. ഇവിടെ ആരുമില്ല. ഇല്ല അമ്മാരെ കോട്ടയിലോട്ട് വിട്. അവൻ നമ്മളെ മറ്റേ ജയിലിൽ കൊണ്ടുപോയല്ല മറ്റേ RTC പിരിക്കാനായിട്ട്. അത് റൈറ്റ് ആയിരുന്നു. അത് ലെഫ്റ്റ്. അത് ബാക്കിലോട്ട്. അവിടുന്ന് ലെഫ്റ്റ്. നേരെ. ഇപ്പഴും നിന്റെയൊക്കെ ഉള്ളിലെ പേടി കിടക്കുവാണോടാ? ബാബുശേന്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു നടക്കാം. എവിടെ? അല്ലാതെ എനിക്ക് പുറത്തിരിക്കുന്ന സീനില്ല. ഗ്യാങ്ങിന് വരെ സീനൊന്നും ഉണ്ടാവായിരുന്നേ മതി. ഓരോ സീനും ഉണ്ടാവുന്നില്ലണ. അത് ശരി മള്ളി. ഇപ്പഴെവിടെ അമ്മറ കോട്ട? ഇതല്ലേ ഇനിയും പോണോ? ഇത് നേരെ അതിനും പോണം. ഒരു വലിയ കോട്ട കണ്ടോ ഇവിടെ? അത് പുറകെ കാണുന്ന കോട്ട അതല്ലേ?
ആ അവിടെ നിന്നല്ലായിരുന്നോ? അല്ല ഇത് മറ്റേ സീ സൈഡിന്റെ അറ്റമായിരുന്നു കായയുടെ. ഏതാ മള്ളി തിരിച്ച് അങ്ങോട്ട് പോണേ. ഇവിടെ നിന്ന് റൈറ്റ് ആണ്. ഇവിടെ നേരെ പോയി റൈറ്റ് അല്ലേ? ഇവിടെ ഒരെണ്ണമുണ്ടല്ലോ. ഇവരുടെ കോട്ട ഇത് ഇവന്മാരെങ്ങനെ മള്ളി തെറ്റാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മളെ ഇത്രയും കാലം? ഓ ഇവന്മാര് നമ്മളെ എങ്ങനെ ഇത്രയും കാലം തെറ്റാതെ കൊണ്ടുപോയത് ഇവിടം വരെ? ഞാനും ആലോചിക്കുന്നത് ഇങ്ങനെ കൊടാ അതൊക്കെ പൊളിച്ചു കളഞ്ഞടാ. ഓ ഇല്ല പൊളിച്ചത് നിങ്ങളെ ഇവിടെ തന്നെ ഉണ്ട്. എടാ ഇല്ലടാ അത് എനിക്ക് ഇല്ല എല്ലാ ബിൽഡിംഗ് അതേപോലുണ്ട്. എല്ലാ ബിൽഡിംഗ് അതേപോലുണ്ട്. അണ്ണാ ഇവിടെ തന്നെ അണ്ണാ. ഇവിടെ തന്നെ ഏറ്റവും ഒരു ബിൽഡിംഗ് ഉണ്ട് ഏറ്റവും താഴെ. അണ്ണാ കയോടെ മാപ്പ് ഇടണ. കയോടെ മാപ്പിൽ ഏറ്റവും താഴെ. അണ്ണാ നേരെ പോ ഇപ്പൊ റോഡ് കയറിയോ? ആ താഴെ താഴെ നേരെ പോ. ആ റോഡ് കണ്ട ഇതല്ല ഇതല്ലേ പാപ്പിച്ചിട്ട് കണ്ടില്ലേ ഏറ്റവും താഴെ പറഞ്ഞോ. മള്ളി ഇവിടെയാണ് മള്ളി. നമ്മൾ ഇതിനകത്ത് കിടന്ന് ചുമ്മാ കറങ്ങുവാണ്. ഞാൻ മാറിക്കോ നിനക്കിതൊക്കെ അറിയാമെങ്കിൽ പറ. മള്ളി ഞാൻ മാർക്കിയുടെ വഴി കൂടെ പോയത്. അല്ല നമ്മള് മാർക്ക് ചെയ്ത് താഴെ കൊണ്ട് എങ്ങോട്ടോ പോണ്. അറിയാം മള്ളി. കറക്റ്റ് മള്ളി ടൈഗറിൽ നിന്ന് വെള്ളം ഒഴിക്കരുത് എനിക്ക്. എനിക്കോട് വളരെ തുറക്കുന്നോണേട്ടോ ഇവിടെയൊക്കെ. ഇനി ആ സ്ഥാനത്ത് ആവശ്യമായിട്ട് ഹലോ വണ്ടി കറത്തണ്ടി കയറ്റ്. ആ സ്റ്റോപ്പ് ഒക്കെ ഇടിയണ്ണ. ഇതുവഴി അങ്ങനെ മറ്റേ അസംബ്ലിയിൽ നടന്നു പറഞ്ഞായിരുന്നല്ലേ. ഇതെല്ലാം നമ്മള് കുറെ കണ്ടുള്ളതാ. എഞ്ചുമാനാണോ കറുത്ത ഏത് പയ്യൻ? ഇറങ്ങടാ കാണമനെ.